ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണാൻ ശ്രദ്ധിക്കണേ. എന്നാലേ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ചേർക്കണേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. അതിൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലേക്കണും കൂടി അമർത്തി ഓളൊന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ കുറച്ച് നെക്ലേസിൻ്റെ കളക്ഷൻസ് ഇട്ടീനി കേട്ടോ. 1 ഗ്രാമിൽ ചെയ്തിട്ടുള്ള നെക്ലേസിൻ്റെ കളക്ഷൻസ് ഇട്ടീനി. അപ്പോൾ അത് ആവശ്യമുള്ളവർ അതിൻ്റെ അടിയിൽ തന്നെ നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ നമ്പർക്ക് വാട്സപ്പ് ചെയ്താൽ മതിയേ. പിന്നെ നെക്ലേസുകളൊക്കെ നിങ്ങൾ പറയണ ഏത് മോഡൽ വേണമെങ്കിലും ചെയ്ത് തരുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ വൈറ്റ് ഗോൾഡ്, റോസ് ഗോൾഡ്, ആൻറ്റിക്കൊക്കെ നമ്മളെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ ഞാൻ എന്താ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്കൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കണം എങ്ങനെ നോക്കാം. അപ്പോൾ ഞാൻ എന്താ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലോട് കൂടിയിട്ടുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബോൺലെസ് ആയിട്ട് അങ്ങനെ എടുക്കുക കേട്ടോ. എല്ലില്ലാതെ വേണമെങ്കിൽ അങ്ങനെ എടുക്കുക. ഞാൻ ഇപ്പോൾ എല്ലോട് കൂടിയിട്ടുള്ള ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളമൊക്കെ നന്നായിട്ട് ഊറ്റി കളഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. നമ്മൾ ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ എടുക്കുമ്പം ചിക്കനത്തെ വെള്ളം നന്നായിട്ട് ഊറ്റി കളഞ്ഞിട്ട് വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെക്കുമ്പോൾ അതിലേക്ക് വെള്ളം നന്നായിട്ട് ഇറങ്ങി വരാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് ചിക്കനിലേക്കുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ എന്താ ആദ്യം കുറച്ച് ഉപ്പിട്ട് കൊടുക്കണ്ടേ, പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് വേണ്ടത് വിനാഗിരിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ 1 ടേബിൾ സ്പൂൺ വിനാഗിരി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണ്ടേ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വിനാഗിരിക്ക് പകരം നാരങ്ങ നീര് ഒഴിച്ച് കൊടുത്താലും മതി കേട്ടോ. ഒരു നാരങ്ങൻ്റെ പകുതി എടുത്തിട്ട് അതിൻ്റെ നീര് ഒഴിച്ച് കൊടുത്താൽ മതിയേ. ഇത് അതിലേക്ക് വേണ്ട പൊടികളാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ എന്താ അതിലേക്ക് വേണ്ടിയിട്ട് 1/2 ടീസ്പൂണ് ജീരകപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. വലിയ ജീരകം പൊടിച്ചിട്ടുള്ളതാണ്. അത് 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂണ് എരിവില്ലാത്ത മുളക് പൊടി കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണ്ടേ. നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളെ കയ്യിൽ കസ്തൂരി മേത്തി ഉണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ അതും കൂടി ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പം എൻ്റെ കയ്യിൽ ഇപ്പോൾ അതില്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കുള്ളേ. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ ചിക്കൻക്ക് നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടുന്ന രീതിയിൽ ഇതുപോലെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുക്കണ്ടേ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1-2 ടീസ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ മസാല ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുമ്പോൾ ഞാൻ ഇപ്പം വെള്ളം ഒന്നും ചേർക്കില്ല കേട്ടോ. ഞാൻ ഇപ്പം ചിക്കനിലുള്ള വെള്ളത്തിൽ തന്നെ ഇതുപോലെ മിക്സ് ആക്കിയിട്ട് എടുത്തിക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ നമ്മളെ ചിക്കൻക്ക് നന്നായിട്ടൊന്ന് മസാല ഒക്കെ മിക്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് സമയം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. 1/2 മണിക്കൂർ സമയം വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണേ. നിങ്ങൾക്ക് സമയം ഇല്ലാന്നുണ്ടെങ്കിൽ 10-15 മിനിറ്റെങ്കിലും വെക്കണം കേട്ടോ. അപ്പോഴാണ് കേട്ടോ നമ്മളെ ചിക്കനക്ക് ഈ മസാല ഒക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടുള്ളൂ. അപ്പോൾ ഇതപ്പോൾ 1/2 മണിക്കൂർ സമയം ഞാനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നിർത്തിയിട്ടുള്ളതാണ്. നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികളും കൂടി ഇട്ട് കൊടുക്കാണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ അതിലേക്ക് 1 ടേബിൾ സ്പൂണ് കോൺഫ്ലോർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂണ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂണ് അരിപ്പൊടി കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചിക്കൻ നന്നായിട്ട് ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അരിപ്പൊടി ചേർക്കുന്നത്. ഇതെല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണ്ടേ. നമുക്ക് ഇതിലേക്ക് വേണ്ടത് മുട്ടയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ 1 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ പകുതി ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കണ്ടേ. നമ്മളിപ്പം 1/2 കിലോ ചിക്കനാണല്ലോ എടുത്തിട്ടുള്ളത്. അപ്പോൾ 1/2 കിലോ ചിക്കനക്ക് 1 കോഴിമുട്ടൻ്റെ പകുതി ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. നിങ്ങൾ 1 കിലോനൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1 കോഴിമുട്ട മുഴുവനായിട്ട് ഒഴിച്ച് കൊടുത്തോണ്ടേ. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ആയിട്ട് എടുക്കണ്ടേ. അപ്പോൾ ഞാൻ എന്താ അവിടെ ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് അതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഫുഡ് കളർ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഓപ്ഷനിലാണ് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയേ. ഇപ്പം വീഡിയോ ഒക്കെ എടുക്കണോണ്ട് ഒന്ന് കളർഫുള്ളായി നിന്നോട്ടെ വിചാരിച്ചിട്ട് ഇട്ട് കൊടുക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ അതിനുള്ളിൽ ഫുഡ് കളറും കൂടി ഇട്ട് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ അതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് നല്ല ചൂടിൽ എണ്ണയിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ എന്താ കുറച്ച് എണ്ണ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി എണ്ണ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഓരോ കഷ്ണങ്ങളായിട്ട് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കണ്ടേ. ചിക്കൻ ഇട്ട് കൊടുക്കുമ്പോൾ തീ നന്നായിട്ട് കൂട്ടി വെച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ തീ മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ചിക്കൻ നന്നായിട്ടൊന്ന് വേവിച്ചിട്ട് എടുക്കണേ. അതുപോലെ തന്നെ എല്ലോട് കൂടിയുള്ള ചിക്കൻ ആണെന്നുണ്ടെങ്കിൽ വേവാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം പിടിക്കും കേട്ടോ. ബോൺലെസ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ പെട്ടെന്ന് വെന്ത് കിട്ടുക. അപ്പോൾ ഞാൻ എന്താ ചിക്കൻ ഇതിലേക്ക് മുഴുവനായിട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് തിരിച്ച് മറിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താ ചിക്കൻ മുഴുവനായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. 2 ട്രിപ്പായിട്ട് ഇട്ടിട്ട് മുഴുവനായിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ചിക്കൻ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ.
നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്കുള്ളൊരു കൂട്ട് റെഡിയാക്കണം കേട്ടോ. അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഈ ബൗളിലേക്ക് 1/2 ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ചില്ലി സോസും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വേണ്ടത് വെള്ളമാണ് കേട്ടോ. 2 ടേബിൾ സ്പൂണ് നമ്മൾ സാധാ പച്ചവെള്ളം ഇല്ലാതെ കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 ടേബിൾ സ്പൂണാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി 1 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കണ്ടേ. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുക്കുക കേട്ടോ. അതുപോലെ നല്ല രീതിക്ക് തന്നെ മിക്സ് ആയിട്ട് എടുക്കണേ. അപ്പൊ ഞാൻ അവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഒന്ന് മിക്സ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച എണ്ണന്ന് 2 ടേബിൾ സ്പൂൺ എണ്ണ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തു. ഇതിലേക്ക് ഒരു 6 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കണ്ടേ. നമുക്ക് വേണ്ടത് പച്ചമുളകാണ് കേട്ടോ. അപ്പൊ ഞാൻ എന്താ ഒരു പച്ചമുളക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല എരിവുള്ള മുളകായത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഒരു മുളക് എടുത്തിട്ടുള്ളത്. നിങ്ങൾ എടുക്കുന്ന എരിവ് കുറഞ്ഞ മുളകാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ വേണമെങ്കിൽ എടുക്കാം കേട്ടോ. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണ്ടേ. കുറെ വയന്ന് കിട്ടുന്നു മണ്ണിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി കേട്ടോ. ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ സോസിന്റെ കൂട്ട് ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കണ്ടേ. എന്നിട്ട് ഇതെല്ലാം കൂടി ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കണ്ടേ. ഇത് അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ള സോസ് ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കൊടുക്കണം കേട്ടോ. അപ്പൊ ഞാൻ എന്താ അതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണ്ടേ. അപ്പൊ ഇതാ നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നമ്മളെ വെറൈറ്റി ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മളെ സാധാ ഉണ്ടാക്കുന്ന ചിക്കൻ ഫ്രൈനേക്കാളും ടേസ്റ്റ് ആണ് കേട്ടോ അങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് ചോറിന്റെ കൂടെ അല്ലാതൊക്കെ കഴിക്കാം കേട്ടോ. അങ്ങനെ കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. പിന്നെ ഇത് ചൂടോടൊക്കെ തന്നെ കഴിക്കണം കേട്ടോ. ഈ ചൂടോട് കൂടി തന്നെ കഴിക്കണേ. ചൂടാറിയിട്ട് കഴിക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഇല്ല കേട്ടോ. നല്ല ചൂടോട് കൂടി തന്നെ കഴിക്കുമ്പോഴാണ് ടേസ്റ്റ്. അപ്പൊ ഇന്നത്തെ നമ്മളെ ചിക്കൻ ഫ്രൈന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ഒക്കെ ഒന്ന് ചെയ്യണേ. പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ല കേട്ടോ. അതുപോലെ തന്നെ ചിക്കനെ കിട്ടുമ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണ്ടിട്ടോ. ഈ രീതിക്കൊന്ന് ഉണ്ടാക്കി നോക്കണ്ടേ. എന്നിട്ട് നിങ്ങളെ കമന്റുകളൊക്കെ ഒന്ന് അറിയിക്കാൻ മറക്കല്ലേ. അപ്പൊ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.